അതീവ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ. സമൂഹത്തിന് ശുചിത്വം നൽകുന്ന അവരുടെ സേവനം വിലമതിക്കാനാവാത്തതാണ്. എന്നാൽ അവരോടുള്ള സർക്കാർ സമീപനം പലപ്പോഴും നിരാശാജനകമാണ്. ഈ തൊഴിലാളികളുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചും അവരുടെ തൊഴിൽപരമായ വെല്ലുവിളികളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കാൻ ഒരു കോർപ്പറേഷൻ കണ്ടിജൻസി വർക്കറായ നിജ നമ്മോടൊപ്പമുണ്ട്. അവരെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ പേര് നമസ്കാരം. വേദിയിലിരിക്കണേലും എനിക്ക് ഒന്നും പറയാനറിയില്ല. വേറൊന്നുമല്ല, എന്നെ ഇവിടെ ക്ഷണിച്ചപ്പോൾ ഇന്നലെ വരെ ഞാൻ വരൂല എന്നാണ് വിചാരിച്ചത്. പക്ഷേ 2 മണിക്കുള്ളിൽ ഒരു 12 മണിയായപ്പോൾ തന്നെ എൻ്റെ ജോലികളൊക്കെ ഒതുക്കി വന്നോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും കറക്റ്റ് 1:30 എൻ്റെ മോനെ കൂട്ടുവിളിച്ച് ഞാൻ ഇവിടം വരെ വന്ന്. ഇവിടെ അടുത്താണ് എൻ്റെ വീട്. ഞാൻ ഈ ജോലിയിൽ വരാനുള്ള സാഹചര്യം എൻ്റെ സാമ്പത്തികമായിട്ടാണ്. എൻ്റെ ഹസ്ബൻഡിനൊരു ആക്സിഡൻറ്റ് വന്ന ശേഷമാണ് ഞാൻ ഈ ജോലിയിൽ ഇറങ്ങിയത് തന്നെ. എൻ്റെ അച്ഛന് ഇതേ ജോലി തന്നെയാണ് കോർപ്പറേഷനിൽ പകരമായിട്ട് ജോലിയെടുത്ത് അതിൻ്റെ പുറകെ CLR പിന്നെ സ്ഥിരമായി. പുള്ളി ഇപ്പോൾ റിട്ടയർഡ് ആയ ശേഷം പുള്ളിക്കൊരു ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ ഒരു പൊള്ളലേറ്റ ശേഷം എനിക്ക് ഈ ജോലി കൊണ്ട് എൻ്റെ അച്ഛനും അമ്മേനെ ഇപ്പോൾ നോക്കാൻ പറ്റി. പിന്നെ എനിക്ക് 2 കുട്ടികളുണ്ട്. ഹസ്ബൻഡ് ഇപ്പോഴും ഞാൻ തുടർന്ന് ഞായറാഴ്ചയായാലും ജോലി സ്ഥലത്ത് നിന്ന് വിളിച്ചാൽ ഞാനൊന്നും അറിയാതെ പോകും. എൻ്റെ മക്കളെ നോക്കാനാണെങ്കിലും എൻ്റെ അച്ഛനമ്മേനെ നോക്കാൻ. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. എൻ്റെ ചേച്ചിമാരെ പോലും ഞാൻ ഒരു കാര്യം അറിയിക്കാറില്ല, ബുദ്ധിമുട്ട് പോലും. എനിക്കിവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പോലെ സന്തോഷമുണ്ട്. വന്നപ്പോൾ എനിക്കൊരു ടെൻഷനാണ്. കാരണം എന്നെ കെട്ടിച്ചേക്കണ ഇടവനക്കാട് പഞ്ചായത്തിലോട്ടാണ്, അസീന മെമ്പറിൻ്റെ വാർഡിലോട്ട്. അവിടെ 2019 ഞാനിവിടെ വന്ന് എൻ്റെ സ്വന്തം വീട് ഇവിടെയാണ് കെട്ടിച്ചത് അവിടെ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വൈപ്പുംകരയിലോട്ട് പോയ പോലത്തെ ഒരു ഫീലാണ്. അവിടെ കംപ്ലീറ്റ് മിത്തമാരാണ്. എനിക്ക് എന്തോന്നറിയില്ല, മേലൊക്കെ പൂത്ത് കയറുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെന്നപ്പോൾ എനിക്ക് ദൈവമേ ഞങ്ങളിവിടെ അയ്യോ എല്ലാ ഇത്തമാരാണ് അവിടെ ചെന്നപ്പോൾ. പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇടവനക്കാട് പഞ്ചായത്തിലോട്ട് പോയ പോലെ എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ അത്രയും സന്തോഷത്തോടെ എല്ലാവരും ഇതായിട്ട് ഞാനൊരു ദൈവമേ എല്ലാവരും ഉണ്ടല്ലോ എന്ത് പറയുമെന്നായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ബുഷർത്ത് ടീച്ചറാണ് എന്നോട് എൻ്റെ നമ്പർ മേടിച്ച് ഇവിടെ കൊടുത്തത്. എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. എന്നാലും എല്ലാവർക്കും നന്ദിയുണ്ട്. ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് മൈക്കിൽ സംസാരിക്കുന്നത്. കുഞ്ഞിതിലെ സ്റ്റേജിൽ കയറിയതാണ്. അത് കഴിഞ്ഞ് ഇത്രയും പ്രായമായിട്ട് സ്റ്റേജിൽ കയറിയിട്ടില്ല. എന്നാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി നിജ മാം. നിജ മാമിന് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി സംസ്ഥാന കമ്മിറ്റി അംഗം സനീറ ബഷീറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി നിജ മാമിനെ ക്ഷണിക്കുന്നു.